ഫൗണ്ടേഷന് കീഴിലുള്ള ഖത്തർ ഡിബേറ്റ് സെന്റർ ദോഹയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സ്കൂൾ ഡിബേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മലയാളി തിലക്കം. അറബ് ഇതര രാഷ്ട്ര വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ദാറുൽ ഹുദ ടീം കിരീടം നേടി. അറബ് രാഷ്ട്രങ്ങളിൽ ബഹ്റൈനാണ് ഒന്നാം സ്ഥാനം. അറബിക് ആസ് എ ഫോറിൻ ലാംഗ്വേജ് അഥവാ AFL വിഭാഗത്തിലാണ് ചെമ്മാട് ദാറുൽ ഹുദ സെക്കൻഡറി സീനിയർ സെക്കൻഡറി ടീം ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത്. മലേഷ്യയിൽ നിന്നുള്ള സുൽത്താൻ സൈനുൽ ആബിദീൻ സ്കൂളിനെയാണ് ഇന്ത്യൻ സംഘം ഫൈനലിൽ തോൽപ്പിച്ചത്. ഡിബേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 7ാമത് പതിപ്പായിരുന്നു ഇത്തവണത്തേത്. അബ്ദുൽ ഹയ്യ്, മുഹമ്മദ് റബി, ഹാഷിം അഹമ്മദ്, മുബഷിർ എന്നിവരായിരുന്നു ടീം അംഗങ്ങൾ. വിജയത്തിൽ ഏറെ ആഹ്ലാദമുണ്ടെന്ന് ഇന്ത്യൻ സംഘം പറഞ്ഞു. ഇത് സ്കൂൾ ലെവലിൽ വേൾഡ് ലെവലിൽ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. ഇതിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ചാമ്പ്യൻ കഴിഞ്ഞു. വളരെ സന്തോഷം. ഇതിൽ ടോട്ടൽ 40 ടീമിൽ നിന്ന് ഓൺലൈനിൽ ക്വാളിഫിക്കേഷൻ കൊണ്ട് കഴിഞ്ഞു. അതിൽ നിന്ന് 17 ടീമിനാണ് സെറ്റ് ചെയ്തത്. അത് 2 കാറ്റഗറി ആയിട്ടാണ്. ഒന്ന് അറബ് കാറ്റഗറിയും നോൺ അറബ് കാറ്റഗറിയും. അപ്പോൾ നോൺ അറബ് കാറ്റഗറിയിൽ ഇന്ത്യ, കാനഡ, ബ്രൂണൈ, മലേഷ്യ എന്ന ടീമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇതിൽ എല്ലാ ടീം പരസ്പരം മത്സരിച്ച് നോക്കൗട്ട് റൗണ്ടിൽ. ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് ബ്രൂണൈ ആയിരുന്നു, പിന്നെ മലേഷ്യ, പിന്നെ കാനഡ. അപ്പോൾ അൽഹംദുലില്ലാഹ് 3 ജയിച്ച് പിന്നെ ഫൈനലിലായിരുന്നു. ഫൈനലിൽ മലേഷ്യ എതിരാളികൾ കപ്പടിച്ചു. അറബിക് രാഷ്ട്ര വിഭാഗത്തിൽ തുർക്കി 2ാം സ്ഥാനം നേടി. ഖത്തർ ഡിബേറ്റ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഹയാത്ത് അബ്ദുള്ള അൽ മാരിഫി വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. മീഡിയ 1 ദോഹ.